പാസ്സാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. കമലേഷ് തുടരണം. ഞാനിപ്പോൾ ശ്രീ ചാക്കുണ്ണിയുണ്ട് നമ്മോടൊപ്പം, സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട അതിൽ ഈ ബജറ്റിനെ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നതെന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ശ്രീ ചാക്കുണ്ണി, ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നുണ്ട്. 2.5 മണിക്കൂറോളം നീളുന്ന ഒരു ബജറ്റ് അവതരണമായിരുന്നു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിനെ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിലൊന്ന് വിലയിരുത്താൻ കഴിയുക? സാധാരണ ജനങ്ങളെ, ചെറുകിട ഇടത്തരം വ്യാപാരികളെ, എല്ലാ സമസ്ത മേഖലകൾക്കും ഇനി ഒരു വിലവർധനവ് താങ്ങാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു വൈദ്യുതിയുടെ കാര്യത്തിലൊക്കെ ഒരു വർധനവ് പറഞ്ഞു, അതൊന്നും നമുക്ക് അതിന്റെ വ്യക്തത വന്നിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നില്ല. നികുതി ഇനി വർദ്ധിപ്പിക്കാതെ നികുതി വർദ്ധിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ആ പോളിസി അല്ല വേണ്ടത്. നികുതി നിരക്കുകൾ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ഏകീകരിച്ച് വർദ്ധിപ്പിക്കുക, നികുതി ചോർച്ച തടയുകയാണ് വേണ്ടത്. ഇപ്പൊ മദ്യത്തിന് 10% കൂട്ടി. ഞാനതിനെതിരല്ല, ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തൊട്ടടുത്ത മാഹി ഉണ്ട്, അവിടുന്ന് കള്ളക്കടത്ത് കൂടും. അത് നമുക്ക് ഡീസലിന്റെയും പെട്രോളിന്റെയും കാര്യത്തിൽ അനുഭവപ്പെട്ടതാണ്. അത് തടയാനുള്ള സംവിധാനം നമ്മളടുത്ത്, കുറ്റമറ്റ സംവിധാനം നമ്മളടുത്ത് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സെസ് പിൻവലിക്കുന്നത് പറഞ്ഞത്. പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ കുറെ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് തോമസ് ഐസക് സാറിന്റെ കാലം മുതൽ പ്രീ ബഡ്ജറ്റ് ചർച്ച വെച്ചത് എല്ലാ സംഘടനകളും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പല കാര്യവും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്ന് ഉന്നയിച്ച കാര്യമാണ് ഇന്ധനത്തിന്റെ സെസ് ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് ഒഴിവാക്കി കണ്ടിട്ടില്ല. നമുക്ക് വരുമാനം നല്ല പദ്ധതികൾ ആവിഷ്കരിക്കണം. ഒരുപാട് സമസ്ത മേഖലയും, ടൂറിസം, ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അതോടെ സംബന്ധിച്ച് നമുക്ക് വിഭവസമാനത്തിന്റെ കാര്യമുള്ളൂ. അതില് വെറും കേന്ദ്രത്തെ മാത്രം നമ്മൾ ആശ്രയിച്ച് നിൽക്കരുത്. നമുക്ക് ഒരുപാട് അനുഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മണല് ഒഴുകിക്കളയണം, മണല് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഡീറ്റെയിൽസ് ബഡ്ജറ്റിന് മുന്നാലെ കഴിയില്ലെങ്കിലും കൂടിയിട്ട് ആശ്വാസകരമായ ഒരു ബഡ്ജറ്റായിട്ടാണ് തോന്നുന്നത്. അതേസമയത്ത് ഇത്തരം 2 കാര്യങ്ങളിൽ സർക്കാർ സെസ് പിൻവലിക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. ഇപ്പോ നമ്മളിവിടെ സെസ് ഏർപ്പെടുത്തേണ്ട ഗുണം ലഭിക്കുന്നത് അയൽ സംസ്ഥാനങ്ങൾ, ബോർഡർ പ്രദേശമായ കർണാടകയിലും തമിഴ്നാട്ടിലെ ബോർഡറിലാണ്. KSRTC വരെ ഡീസൽ എടുക്കുന്ന അവിടെ നിന്നാണ്. മാഹി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കണ്ണൂരിന്റെ കോഴിക്കോട് ജില്ലയുടെ ഇടയില. അവിടെ 15 ഉറുപ്പ്യം 13 യഥാക്രമം കുറവാണ്. ഒരു സ്കൂട്ടറുകാരൻ പോലും ഈ ഇന്ധന കള്ളക്കടത്ത് നടത്തും. ലോറി കണക്കിന് ഇന്ധനം വരുന്ന നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല. GST വകുപ്പ് നാം മാത്രമേ പിടിക്കുന്നുണ്ട്. അത് മുഴുവൻ നമുക്ക് പിടിക്കാനുള്ള സംവിധാനമില്ല. പല വണ്ടികൾക്കും അഡീഷണൽ ടാങ്കുകളുണ്ട്. അവരൊക്കെ മാഹിന്ന് അടിച്ചിട്ടാണ് പോണത്. അപ്പൊ അതാണ് നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ നികുതി നിരക്ക് ഏകീകരിക്കണം എന്നുള്ള ആവശ്യം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അതിൽ ആ സെസ് പിൻവലിക്കാത്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു പോരായ്മയായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. മറ്റു മേഖലകൾക്കെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ ഫീസ് കുറച്ചിട്ടുണ്ട്. മറ്റൊന്ന്, റിയൽ എസ്റ്റേറ്റ് മേഖല താഴ്ന്നു കിടക്കുക. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഫ്ലാറ്റുകളുടെ താമസക്കാരും അതിന്റെ ഭൂനികുതി കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇക്കാര്യങ്ങളിൽ വരവിനനുസരിച്ച് ചെലവ് നടത്തിയിട്ട് നമുക്കിതിനെ മറികടക്കാൻ കഴിയും. നോട്ട് നിരോധനം നമ്മൾ മറികടന്നു, നിപ്പ മറികടന്നു, കോവിഡ് മറികടന്നു. അത് നമ്മൾ പ്രതിപക്ഷ ഭരണപക്ഷ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് നേരിട്ട അവസ്ഥയുള്ളത്. ഇതിലും ആ ഐക്യത്തോടു നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം, അത് ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. ഒരുപാട് സ്വർണം കള്ളക്കടത്ത് ഇവിടെ വരുന്നുണ്ട് കേരളത്തിലേക്ക്. അതിന്റെ ഇത് പിടിക്കുന്നത് സെൻട്രൽ കേസും കൂടുതലും നമ്മുടെ കേരള പോലീസുമാണ്. അതിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്നില്ല. ഇതിന് കിട്ടുന്ന പെനാൽറ്റി നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് വിദഗ്ധർ പഠിച്ച് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒരു വലിയ ഭീമമായ തുക നമുക്ക് ഈ സ്വർണം മുഴുവൻ കേന്ദ്ര സർക്കാരെ കണ്ടുകിട്ടുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിടിക്കുന്ന പെനാൽറ്റി GST വകുപ്പ് പിടിച്ചാൽ മാത്രമേ GST ഒരു ഭാഗം നമുക്ക് കിട്ടുള്ളൂ. മറ്റെല്ലാ ബെനിഫിറ്റും പോകുന്നത് കേന്ദ്ര സർക്കാരിനാണ്. സെൻട്രൽ എക്സൈസ് പിടിക്കുന്നത് കൂടുതൽ പിടിക്കുന്നത് നമ്മുടെ കേരള പോലീസാണ് സ്വർണം പിടിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ സമന്വയത്തിന്റെ പാതയോടെ
കേന്ദ്രം നേടിയെടുക്കണം. പിന്നെ വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയൊക്കെ മെയിൽ വരുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും വരുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ട് മെയിൽ വരികയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു വളരെ ഗുണം, ലോകത്തെ രണ്ടാമത്തെ ആഴം കൂടിയ ഒരു പോർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വിദേശ കപ്പലുകൾ വരെ ഇവിടുന്ന് ഇന്ധനം അടിക്കും. അതൊക്കെ നമുക്ക് യഥാസമയം വേണ്ടത്ര ഉപയോഗിക്കാം. ടൂറിസം വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. ടൂറിസം വല്ലാതെ കണക്ടിവിറ്റിയുടെ പോരായ്മയുള്ളത്. അപ്പൊ ഇക്കാര്യങ്ങളിൽ യോജിച്ച് നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് ഒന്നിച്ച് നിന്നിട്ട് കേന്ദ്രത്തിന് ലഭിക്കാനുള്ളത് ആനുകൂല്യങ്ങൾ നമ്മൾ ലഭിക്കാൻ സമ്മർദ്ദം ചെലുത്തന്നെ വേണം. നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യമാണ്. യേശ്വര വരുമാനം നമുക്ക് ഗണ്യമായി വർദ്ധിക്കൊണ്ടിരിക്കുക. ഇടത്തരം ചെറുകിട വ്യാപാരികളും നിർമ്മാണ മേഖലവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഇനിയൊരു ഒന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് ആംനസ്റ്റി സ്കീമൊക്കെ പ്രഖ്യാപിച്ച നല്ല കാര്യമാണ് കൊണ്ട് വേണ്ടത്ര അവർക്ക് ഒരു ആശ്വാസ നടപടികളിൽ ഇല്ല എന്നാണ് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. എങ്കിലും കുറെ നല്ല നിർദ്ദേശങ്ങളുണ്ട്. ഗ്രാമവികസനത്തിന് യൂണിവേഴ്സിറ്റികൾ പറഞ്ഞിട്ടുണ്ട്, ഭവന പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്, സീനിയർ സിറ്റിസൺ കെയർ സെന്റർ പറഞ്ഞിട്ടുണ്ട്, അത് ശബരി മാസ്റ്റർ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, MSME പദ്ധതികൾക്ക് നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് അനുയോജ്യമായ വ്യവസായങ്ങളാണ് നമ്മൾ വേണ്ടത്. വലിയ വ്യവസായങ്ങൾക്ക് ഇവിടെ നമുക്ക് സാധ്യത വളരെ കുറവാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനിരിക്കുന്ന തൊട്ട സ്ഥലത്ത് എന്റെ സുഹൃത്ത് ഹെൽമെറ്റ് നിർമ്മാണം ആരംഭിച്ചു. എന്നിട്ട് ഇവിടുന്ന് പല ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹം മാറ്റി ഡൽഹി പോയി, ഹരിയാനയിലെ തുടങ്ങി ഇന്ത്യയിലെ 8ാമത്തെ ഏറ്റവും വലിയ ഹെൽമെറ്റ് നിർമ്മാണ കമ്പനിയായിട്ട് മാറി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ ചെയ്യാവുന്നതല്ലോ. നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ, പ്രഗത്ഭ മലയാളികളൊക്കെ സാധനങ്ങൾ ഉത്പാദിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലാണ്. അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തണം. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതാരും ചെറുതാക്കി കാണുന്നില്ല. ഇക്കാര്യങ്ങളിൽ ഐക്യത്തോടു കൂടി ദീർഘവർഷങ്ങളൊക്കെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ വിവാസമാനം നടത്താൻ കഴിയുകയാണെങ്കിൽ കേരളത്തിന്റെ കുറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രചാരിക്കുന്നത്. ടൂറിസ്റ്റുകളായിട്ട് കണക്ടിവിറ്റി വളരെ പുവർ കണക്ടിവിറ്റി ഉള്ളത്. വേണ്ടത്ര വിമാനങ്ങളില്ല, അതിനാൽ കയറ്റുമതികളുടെ സൗകര്യങ്ങളില്ല. കാര്യങ്ങളിലൊക്കെ കുറങ്ങുണി മിതമായ നിരക്ക് കയറ്റുമതികൾ സൗകര്യം ചെയ്തിട്ട് ഇവിടുത്തെ വ്യവസായം നമുക്ക് വളർത്താനും മറ്റു കാര്യങ്ങൾക്ക് സാധ്യതകൾ ധാരാളമുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ഹോംവർക്ക് ധനകാര്യമന്ത്രി ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിനും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. വിഭവസമാഹരണം മാത്രമേ നമ്മളുള്ളൂ. അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സമാഹരിക്കാൻ കഴിയും. ഞാൻ പറയാം, ഗുരുവായൂർ ഒരു ആനക്കോട്ടയുണ്ട്. ഇതേ കോട്ടയാണ് ശ്രീലങ്കയിലുണ്ട്. അതായത് ആനകളുടെ ഒരു കേന്ദ്രമുണ്ട്. അതൊക്കെ വരുമാനം വർദ്ധിക്കാൻ ടൂറിസം ഒരുപാട് ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ വേണ്ട മാതിരി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും വരും ദിവസങ്ങൾ ബജറ്റ് ചർച്ചയിലൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഒരു പരിധിവരെ ഇതൊരു നിർദ്ദേശം, ബജറ്റ് നിർദ്ദേശം മാത്രമാണ്. അതിൽ ഏതൊക്കെ തരത്തിലേക്ക് നടപടികളിലേക്കൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. അങ്ങയുടെ വിലപ്പെട്ട അഭിപ്രായത്തിന് നന്ദിയുണ്ട്. റോണി കെ ബേബി ഉണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം. ശ്രീ റോണി കെ ബേബി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയാണ് ബജറ്റിനെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക?